ജീവിതത്തിൽ പല മേഖലകളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ചിലരുടെ ആത്മഹത്യയും ജീവിതാനുഭവങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ അത്രമേൽ നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ ഇതാ വചനം നിന്നോട് പറയുന്ന കാര്യം, തീർച്ചയായിട്ടും നിനക്ക് ഒരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം, തടസ്സം നേരിടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഈ അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ 100% സർവശക്തനായ ദൈവം തരുന്ന ഈ വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കണം. നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ 100% നീ ഈ വചനം നിന്നിലേക്ക് നീ ഏറ്റെടുക്കണം. എനിക്ക് ഒരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് ഒരു ഭാവിയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, എല്ലാം അടഞ്ഞു, എല്ലാം തീർന്നു. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നിനക്ക് ഒരു ഭാവിയുണ്ട്, നിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട്. ദൈവം വളരെ കൃത്യമായിട്ട് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കുന്നു. കർത്താവേ, എനിക്കൊരു ഭാവിയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒളിച്ചോടേണ്ട ഒരാളല്ല. ഞാനൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ പലവിധ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതി നിരാശപ്പെടേണ്ട ഒരാളല്ല, അല്ലെന്ന്. മറിച്ച് എനിക്കൊരു ഭാവിയുണ്ട്. ഷുവർലി there is a future. Surely there is a future and your hope will not be cut off. നിന്റെ പ്രതീക്ഷ, നിന്റെ ഹോപ്പ് ഒരിക്കലും കട്ട് ഓഫ് ആവില്ല. ഒരിക്കലും അത് ഭംഗം വരികയില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ നിനക്കുണ്ടായാലും നീ വചനത്തിൽ അങ്ങോട്ട് 100% കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. വചനത്തിൽ വിശ്വസിച്ചാലുണ്ടല്ലോ, ഈ വചനം നിന്നിൽ അത് സംഭവിക്കും.